ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 17. അതിഭീകര അസമത്വവും കോർപ്പറേറ്റ് കൊള്ളയും. എല്ലാ സൗഭാഗ്യത്തിനു പിന്നിലും വലിയ കുറ്റകൃത്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഫ്രഞ്ച് നോവലിസ്റ്റും നാടകകൃത്തുമായ ബൽസാക്ക് ലോകത്തോട് പറഞ്ഞു. സാഹിത്യമേഖലയിലെ അതിശയോക്തി പ്രയോഗം മാത്രമായി ഇതിനെ കരുതാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് ആഗോളതലത്തിൽ പെരുകിവരുന്ന ഭീകരമായ സാമ്പത്തിക അസമത്വം. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക സമ്മേളനത്തിന് മുന്നോടിയായി ഓക്സ്ഫാം ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും ഉള്ളവരെ ഞെട്ടിപ്പിക്കുന്നതാണ്. 2020 ശേഷമുള്ള 3 വർഷം ലോകത്തെ ഏറ്റവും സമ്പന്നരായ 5 പേരുടെ സ്വത്ത് ഇരട്ടിയായി വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ഇക്കാലത്ത് ലോക ജനസംഖ്യയിൽ 60% പേർ കൂടുതൽ ദരിദ്രരായി മാറി. അതായത് 500 കോടിയോളം പേർക്ക് തുച്ഛമായ വരുമാനമോ സമ്പാദ്യമോ പോലും നഷ്ടമായി. ഈ അസമത്വം സ്വാഭാവികമായി ഉണ്ടാകുന്നതല്ല. മറ്റുള്ളവരുടെ ചെലവിൽ കോർപ്പറേറ്റുകൾ തടിച്ചു കൊഴുക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞ കുറ്റകൃത്യത്തിന്റെ ഭാഗം പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ്. ഏറ്റവും സമ്പന്നരായ 5 പേരുടെ സ്വത്തിന്റെ മൂല്യം 2020 അവസാനം $40,500 കോടി ആയിരുന്നുവെങ്കിൽ 2023 തിരശ്ശീല വീണപ്പോൾ അത് $86,900 കോടി പെരുകിയെന്ന് ഓക്സ്ഫാം റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. 2020 2023 ഇടയിലുള്ള കാലം അതിപ്രധാനമാണ്. കോവിഡ് മഹാമാരി പിടിമുറുക്കിയ 2 വർഷം ഇതിൽപ്പെടുന്നു. ലോക ജനതയിൽ ബഹുഭൂരിപക്ഷവും മഹാമാരി വിതച്ച വിനാശത്തിൻ്റെ ഇരകളായി മാറിയപ്പോൾ അതിസമ്പന്നർ സ്വത്ത് പർവ്വത സമാനമായി ഉയർത്തുകയായിരുന്നു. മണിക്കൂറിൽ $1.4 കോടി എന്ന നിരക്കിലാണ് ഇവരുടെ സ്വത്ത് പെരുകിയത്. ഇവർ ദിവസവും $10 ലക്ഷം വീതം വിനിയോഗിച്ചാൽ മൊത്തം സ്വത്ത് ചെലവഴിച്ചു തീരാൻ 476 വർഷമെടുക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും വലിയ ആഗോള കോർപ്പറേറ്റുകളായ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, സൗദി അരാംകോ, ആൽഫബൈറ്റ്, ആമസോൺ എന്നിവയുടെ മൊത്തം ആസ്തി ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ, കരീബിയൻ രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര വരുമാനത്തേക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. തൊഴിലാളികളെ ദയാശൂന്യമായി പിഴിഞ്ഞും നികുതി വെട്ടിപ്പ് നടത്തിയും പൊതുമേഖലയെ സ്വകാര്യവൽക്കരിച്ചും കോർപ്പറേറ്റുകൾ ലാഭം അതിഭീമമായി ഉയർത്തുന്നു. കഴിഞ്ഞ ദശകങ്ങളിൽ നൽകിയതിനേക്കാൾ 1/3 കുറവ് നികുതിയാണ് കോർപ്പറേറ്റുകൾ ഇപ്പോൾ നൽകുന്നതെന്ന് ഓക്സ്ഫാം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള വിപത്തുകൾ വിവേകശൂന്യമായ കോർപ്പറേറ്റ് കൊള്ളയുടെ ഉൽപ്പന്നങ്ങളാണ്. കോർപ്പറേറ്റുകൾ സർവശക്തരായി മാറുമ്പോൾ ജനാധിപത്യ സംവിധാനങ്ങൾ ദുർബലമാകുന്നു. ലോകമെങ്ങും തെരഞ്ഞെടുപ്പുകളെയും സർക്കാരുകളെയും നിയന്ത്രിക്കുന്ന ശക്തിയായി മാറാൻ കോർപ്പറേറ്റുകൾക്ക് സാധിക്കുന്നു. സാമ്പത്തിക അസമത്വം ഏറ്റവും രൂക്ഷമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതും ഓർക്കണം. രാജ്യത്തെ ഏറ്റവും ധനികരായ 100 പേരുടെ മൊത്തം ആസ്തി 5% ഇന്ത്യക്കാർ രാജ്യത്തെ സ്വത്തിൻ്റെ 60% കൈയാളുമ്പോൾ 50% വരുന്ന ജനങ്ങളുടെ കൈവശമുള്ളത് മൊത്തം സ്വത്തിൻ്റെ 3% മാത്രമാണ്. അദാനി, അംബാനി കുടുംബങ്ങളുടെ സ്വത്ത് പെരുകുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തുടർന്ന് അദാനി ഓഹരികളുടെ മൂല്യം ഇടിയുകയും അംബാനി ഒന്നാമനായി മാറുകയും ചെയ്തു. ഈ വിഷയത്തിൽ അദാനിക്ക് അനുകൂലമെന്ന് വിശേഷിക്കപ്പെടുന്ന സുപ്രീം കോടതി വിധി വന്ന ശേഷം ചുരുങ്ങിയ സമയത്തിൽ അദാനി ഗ്രൂപ്പ് 1-ാം സ്ഥാനം വീണ്ടെടുത്തു. അസമത്വം ലഘൂകരിക്കാൻ സമ്പന്നർക്കുമേൽ സ്വത്ത് നികുതി ചുമത്തണമെന്ന് ഓക്സ്ഫാം റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുവഴി വർഷം തോറും $1.8 ലക്ഷം കോടി സമാഹരിക്കാം. സ്വകാര്യ കുത്തക അവസാനിപ്പിക്കണമെന്നും സിഇഒമാരുടെ ശമ്പളത്തിന് പരിധി ഏർപ്പെടുത്തണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നതും ശ്രദ്ധേയമാണ്. അതിസമ്പന്നർക്ക് സ്വത്ത് നികുതി ചുമത്തണമെന്നും സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യമുയർത്തുന്ന ഇടതുപക്ഷ പാർട്ടികളെ പരിഹസിക്കുന്നവർക്ക് വലിയ പാഠമായി മാറേണ്ടതാണ് ഓക്സ്ഫാം റിപ്പോർട്ട്.